വൈകുന്നേരത്തേക്ക് 2 കേക്ക് സെറ്റ് ചെയ്യാനുള്ളപ്പം ബീറ്റർ അടിച്ചു പോയാൽ എന്ത് ചെയ്യാനാ, ടെൻഷൻ അടിച്ച് പണ്ടാരടങ്ങിയ ഒരു വഴിക്കാവും. അങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നപ്പോഴാണ് ഇവിടെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന് ബീറ്റർ ഉണ്ടല്ലോ എന്ന് ഞാൻ ഓർത്തത്. അങ്ങനെ അവളെ വിളിച്ച് ശരത്തേട്ട പോയി ബീറ്റർ എടുത്തുകൊണ്ട് വന്നിട്ടാണ് ബാക്കി ചെയ്തത്. ഒരെണ്ണം ഒരു 1 kg നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഓർഡർ കൊടുക്കാനുള്ളതായിരുന്നു. മറ്റേതും 1 kg ചോക്ലേറ്റ് കേക്ക് ഓർഡർ അല്ലായിരുന്നു. നമ്മൾ ഇന്നലെ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കിയില്ല അനിയന് വേണ്ടിയിട്ട്, അവന് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ചോക്കോ വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനൊരു പണി കിട്ടിയതുകൊണ്ടും വൈകുന്നേരത്തേക്ക് സെറ്റ് ആവേണ്ടതുകൊണ്ടും ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് ചോക്ലേറ്റ് സ്പഞ്ച് ചെയ്തത്. അങ്ങനെ ഞാൻ ചോക്ലേറ്റ് കേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. അത് നോർമലി നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് നമ്മൾ ജസ്റ്റ് ചോക്കോ ചിപ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇനി നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് സിമ്പിൾ ഡിസൈൻ മതി എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് ഫൈനൽ കോട്ട് വൈറ്റ് ക്രീം കൊണ്ട് തന്നെ കൊടുത്തിട്ട് സൈഡിൽ ഇതുപോലെ പാലറ്റ് നൈഫ് വെച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറിയൊരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ നോസിലുണ്ടല്ലോ, ഏതെങ്കിലും ഒരു നോസിൽ എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ഇട്ട് കൊടുക്കാം. ഈ ഡിസൈൻ കുറേ നാളാണ് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് ചെയ്യുന്നത്. നമ്മൾ ഫോട്ടോസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഡിസൈൻ ചെയ്യാൻ. കുറച്ച് ബ്ലൂ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതുപോലെ നമ്മൾ വരച്ചു കൊടുത്ത റൗണ്ടിന് ചുറ്റും ഡോട്ട് ഇട്ടിട്ട് ഈ ഒരു നൈഫ് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ, കേക്ക് മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന്. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ സിമ്പിൾ ഫ്ലവേഴ്സ് കിട്ടും. എന്നിട്ട് കുറച്ച് മഞ്ഞ വിപ്പിംഗ് ക്രീമും കൂടെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ അതൊരു ഭംഗിക്ക് വരും. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ സൈഡിൽ ജസ്റ്റ് ഇതുപോലെ പാലറ്റ് നൈഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗോൾഡൻ ഡസ്റ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തത് അതിങ്ങനെ ഒന്ന് റൗണ്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ. അനിയൻ്റെ ചോക്ലേറ്റ് കേക്കിൻ്റെ ലുക്ക് ഇതുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ?